പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 73 വരെയുള്ളതായ വേദവാക്യങ്ങൾ. എന്നാൽ മതിൽ പണിതു തീർത്തു കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനാന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ഞാൻ അവരോട് വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിൻ്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതകടച്ച് അന്താഴം ഇടുവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തരെ താന്താൻ്റെ കാവൽ സ്ഥലത്തും താന്താൻ്റെ വീട്ടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം എന്നു പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു. വീടുകൾ പണിതിരുന്നതുമില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിലെഴുതിക്കേണ്ടത് എന്തെന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരൂശലേമിലേക്കും യഹൂദായിലേക്കും താന്താൻ്റെ പട്ടണത്തിലേക്കും മടങ്ങി വന്നവരായ ദേശനിവാസികൾ ഇവർ സെരുബ്ബാബേൽ, യേശുവ, നെഹമ്യാവ്, അസര്യാവ്, രയമ്യാവ്, നഹ്മാനി, മൊർദെഖായി, ബിൽശാൻ, മിസ്പരേത്ത്, ബിഗ്വായി, നെഹൂം, ബേന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്. പരോശിൻ്റെ മക്കൾ 2172, ശെബത്യാവിൻ്റെ മക്കൾ 372, ആരഹിൻ്റെ മക്കൾ 652. യേശുവിൻ്റെയും യോവാബിൻ്റെയും മക്കളിൽ പഖത്ത് മോവാബിൻ്റെ മക്കൾ 2818, ഏലാമിൻ്റെ മക്കൾ 1254, സദ്ധൂവിൻ്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നൂവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അസ്ഗാദിൻ്റെ മക്കൾ 2322, അദോനിക്കാമിൻ്റെ മക്കൾ 667, ബിഗ്വയുടെ മക്കൾ 2067, ആദീൻ്റെ മക്കൾ 655, ഹിസ്കിയാവിൻ്റെ സന്തതിയായ ആദേരിൻ്റെ മക്കൾ 98, ഹാശൂരിൻ്റെ മക്കൾ 328, ബേസായിയുടെ മക്കൾ 324, ഹാരീഫിൻ്റെ മക്കൾ 112, ഗിബയോന്യർ 95, ബേത്ലഹേമ്യരും നെതോഫാത്യരും കൂടെ 188, അനാഥോത്യർ 128, ബേത് അസ്മോവേത്യർ 42, കിര്യത്ത് യാരീം, കെഫീര, ബേരോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമക്കാരും ഗേബക്കാരും 621, മിക്മാസ് നിവാസികൾ 122, ബദേൽക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോവിലെ നിവാസികൾ 52, മറ്റേ ഏലാമിലെ നിവാസികൾ 1254, ഹാരീമിൻ്റെ മക്കൾ 320, എരിഹോ നിവാസികൾ 345, ലോദിലെയും ഹാദീദിലെയും ഹോനോവിലെയും നിവാസികൾ 721, സേനയാ നിവാസികൾ 3230, പുരോഹിതന്മാർ യേശുവയുടെ ഗൃഹത്തിലെ യെദായാവിൻ്റെ മക്കൾ 973, ഇമ്മേരിൻ്റെ മക്കൾ 1052, പശൂരിൻ്റെ മക്കൾ 1247, ഹാരീമിൻ്റെ മക്കൾ 1027, ലേവ്യർ ഹോദേവയുടെ മക്കളിൽ കദ്മിയേലിൻ്റെ മകനായ യേശുവയുടെ മക്കൾ 74, സംഗീതക്കാർ ആസാഫ്യർ 148, വാതിൽ കാവൽക്കാർ ശല്ലൂമിൻ്റെ മക്കൾ, ആദേരിൻ്റെ മക്കൾ, തൽമോൻ്റെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോബായിയുടെ മക്കൾ ആകെ 138, ദൈവാലയദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫുദയുടെ മക്കൾ, തബായോത്തിൻ്റെ മക്കൾ, കോരേസിൻ്റെ മക്കൾ, കേരോസിൻ്റെ മക്കൾ, സിയോയുടെ മക്കൾ, ഹാദാൻ്റെ മക്കൾ, ലെബാനയുടെ മക്കൾ, ഹഗബായുടെ മക്കൾ, സൽമായുടെ മക്കൾ, ഹാനാൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ഗാഹരിൻ്റെ മക്കൾ, രയായാവിൻ്റെ മക്കൾ, ജസീൻ്റെ മക്കൾ, നൊക്കോദിൻ്റെ മക്കൾ, ഗസാമിൻ്റെ മക്കൾ, ഉസയുടെ മക്കൾ, പസേഹയുടെ മക്കൾ, ബേസായുടെ മക്കൾ, മെയൂന്യരുടെ മക്കൾ, നെഫീത്യരുടെ മക്കൾ, ബക്ബൂക്കിൻ്റെ മക്കൾ,
ഹക്കൂബയുടെ മക്കൾ, ഹർഹൂരിൻ്റെ മക്കൾ, ബസീത്തിൻ്റെ മക്കൾ, മിഹീദിയുടെ മക്കൾ, ഹർഷിയുടെ മക്കൾ, ബർക്കോസിൻ്റെ മക്കൾ, സീസരിയുടെ മക്കൾ, തേമഹിൻ്റെ മക്കൾ, നസീഹയുടെ മക്കൾ, ഹതീഫയുടെ മക്കൾ, ശലോമൻ്റെ ദാസന്മാരുടെ മക്കൾ, ശ്രോതായിയുടെ മക്കൾ, സോഫരേത്തിൻ്റെ മക്കൾ, പെരീതയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ശേഫത്യാവിൻ്റെ മക്കൾ, ഹത്തീലിൻ്റെ മക്കൾ, പോക്കേരേത്ത് രയാവാമിൻ്റെ മക്കൾ, ആമോൻ്റെ മക്കൾ ദൈവാലയ ദാസന്മാരും ശലോമോൻ്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽമേലേഹ്, തേൽ, ഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രായേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപ്പത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലായാവിൻ്റെ മക്കൾ, തോബിയാവിൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിൻ്റെ മക്കൾ, ഗിലെയാദിനായ ഭർസില്ലയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു കണ്ടില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊറീമും തുമ്മീമുമുള്ള ഒരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായതും തിന്നരുതെന്നും ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 40,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പിതൃഭവന തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പിതൃഭവന തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനെ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനെ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദൈവാലയദാസന്മാരും എല്ലാ ഇസ്രായേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.